പണം ഒരിക്കലും മനുഷ്യനെ സന്തോഷിപ്പിച്ചിട്ടില്ല. ഒരാൾക്ക് കൂടുതൽ ലഭിക്കുന്തോറും അവൻ കൂടുതൽ ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്തിലായിരിക്കും, അല്ലെങ്കിൽ എന്ത് കിട്ടിയാലായിരിക്കും എന്ന് ചിന്തിക്കാറുണ്ടോ? ആഗ്രഹിച്ച വിദ്യാഭ്യാസമോ, പ്രതീക്ഷിച്ച ജോലിയോ, നല്ല വീടോ, വിവാഹമോ ഒക്കെ ലഭിച്ചാൽ സന്തോഷമാകും എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ടാവും. അതൊന്നുമല്ല, വേറെയും പല ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ, ഇതൊക്കെ സഫലമായ സന്തോഷമുണ്ടാകുമെന്ന് പലരും പറയും. അത് ആളുകളുടെയൊക്കെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ അനുസരിച്ചായിരിക്കും ഇത്തരം അഭിപ്രായങ്ങൾ പറയുക. ധനസ്ഥിതി വളരെ മോശമായ ഒരാൾക്ക് ധനം അപ്രതീക്ഷിതമായി കിട്ടിയാൽ അവൻ സന്തോഷിക്കാതിരിക്കുമോ? പണം ധാരാളം ഉള്ളവൻ്റെ കയ്യിലേക്ക് വീണ്ടും വീണ്ടും പണം വന്നാൽ അവന് തൃപ്തിയാകുമോ? ധനം എത്ര കിട്ടിയാലും മനുഷ്യന് തൃപ്തി വരത്തില്ല എന്നത് മനുഷ്യൻ പണം കൈകാര്യം ചെയ്യാൻ തുടങ്ങിയ കാലം മുതലേ ഉള്ളതാണ്. പണത്തിന് വേണ്ടിയാണല്ലോ യുദ്ധങ്ങളും ആക്രമണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. പണത്തിന് വേണ്ടി മനുഷ്യനെ കൊല്ലുന്നു. പണത്തിന് വേണ്ടി സഹോദരനെ കൊല്ലുന്നു, കൂട്ടുകാരനെ കൊല്ലുന്നു. ദിനം പ്രതി പണത്തെ ചൊല്ലിയുള്ള കലഹങ്ങളും വഴക്കുകളും കൊള്ളയും കൊലപാതകവും മറ്റും നടക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. പണത്തിന് മീതെ പരുന്തും പറക്കുകയില്ല എന്നും കേട്ടിട്ടുണ്ടാവുമല്ലോ. 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും പൂന്താനം ജ്ഞാനപ്പാനിൽ വിവരിച്ചിട്ടുള്ളത് പലരും കേട്ടിട്ടുണ്ടാവും. ധനം കൊടുത്ത് ആരെയും തൃപ്തി വരുത്താൻ ഒരാളെക്കൊണ്ടും സാധിക്കുകയില്ല. പണം കൂടുതൽ ലഭിക്കുന്ന മുറയ്ക്കനുസരിച്ച് കൂടുതൽ പണം കിട്ടിയെങ്കിൽ എന്ന് മനസ്സാഗ്രഹിക്കും. പണക്കൊതിയെന്ന് കേട്ടിട്ടില്ലേ? പണമില്ലാത്തവൻ പിണം എന്നും കേട്ടിട്ടുണ്ടാവും. പണം കയ്യിലില്ലാത്തവനെ ആരും വിലമതിക്കുകയില്ല. മനുഷ്യന് ജീവിക്കാനുള്ള പണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതിൽ കൂടുതൽ സമ്പാദിക്കുന്നതും കൂടുതൽ ആഗ്രഹിക്കുന്നതും വെട്ടിപ്പിടിക്കാൻ നോക്കുന്നതും ഒക്കെ വ്യർത്ഥമല്ലേ? എത്ര കിട്ടിയാലും തൃപ്തി വരാത്ത ഒരേ ഒരു വസ്തു ധനം മാത്രമാണ്. ധനത്തെ ലക്ഷ്യം വെച്ച് കളിക്കാൻ ഇറങ്ങിയവർക്കെല്ലാം തിരിച്ചടികൾ എന്നും കിട്ടിയിട്ടുണ്ട് എന്നോർക്കുക. ശുഭദിനം.